കുട്ടികൾ മാത്രമല്ല, നമ്മളും മൊബൈലിന്റെ ചതിക്കുഴിയിൽ വീണു പോവാറുണ്ട്. ജസ്റ്റ് എ സെക്കൻഡ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ട്രാപ്പ് ഉണ്ട്. അതിൽ പലപ്പോഴും പെട്ടുപോവാണ്. എന്ന് വെച്ചാൽ സമയം ഒന്ന് നോക്കട്ടെ എന്ന് കരുതി നമ്മൾ മൊബൈൽ എടുക്കും. സമയം നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ കാണും. നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അത് തുറന്നു നോക്കാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും. അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ അടുത്തതിലേക്ക് പോകും. സംഗതിയിൽ നമ്മൾ മൊബൈൽ തൊട്ടത് സമയം നോക്കാനാണ്. എന്നതുപോലെ നമ്മുടെ മക്കളും ടൈം ടേബിൾ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തതായിരിക്കും. സ്കൂൾ ഗ്രൂപ്പിൽ എന്താണ് വന്നതെന്ന് നോക്കട്ടെ, ജസ്റ്റ് അത് നോക്കാൻ, വേറൊന്നും കാണൂല എന്നൊക്കെ തീരുമാനിച്ചതാണ്. പക്ഷേ അതെടുത്തു, അത് പല വഴിയിലേക്കും പോയി, നമ്മുടെ സമയം നഷ്ടപ്പെട്ടു. 1 മണിക്കൂർ സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. മദ്രസയിലെ ഗ്രൂപ്പിൽ എന്താ വന്നത് ഇത് നോക്കാൻ, ഫാമിലി ഗ്രൂപ്പിൽ എന്താ വന്നത് ഒന്ന് നോക്കാൻ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണണം അത് പഠിക്കാൻ വേണ്ടി എന്ന് കരുതി നമ്മൾ സെർച്ച് ചെയ്ത് അതെടുത്ത് നമ്മൾ നോക്കും. അത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരും, അതിന്റെ അടുത്ത വീഡിയോ വരും. തമ്പലീൻ കാണുമ്പോൾ നല്ല മനോഹരമായി തോന്നും. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്താ പറയുന്നത് നോക്കാം. ഈ ജസ്റ്റ് എ സെക്കൻഡ് ട്രാപ്പ് മൊബൈലിന്റെ ഏറ്റവും വലിയ ചതിക്കുഴിയാണ്. പലപ്പോഴും നമ്മളറിയാതെ അതിൽ പെട്ടുപോവാണ്. ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നു, അത് പിന്നെ മണിക്കൂറുകളോളം നമുക്ക് നഷ്ടപ്പെടുത്തുന്നു, നമ്മൾ പോലും അറിയുന്നില്ല. എന്താണ് അതിന്റെ പരിഹാരം? പരിഹാരം നമുക്കും ആവശ്യമാണ്, നമ്മുടെ മക്കൾക്കും ആവശ്യമാണ്. മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയ എല്ലാവർക്കും പരിഹാരം ആവശ്യമാണ്. അടുത്ത 2 വീഡിയോകളിൽ അതിനുള്ള പരിഹാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.